ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയുടെ വിനീതമായ നമസ്കാരം. നമ്മൾ മഹാഭാരതം ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണിന്ന്. രാവിലെ നമ്മൾ ചർച്ച ചെയ്തു പാണ്ഡവരും കൗരവരും ഓരോരോ രാജാക്കന്മാരെ അവരുടെ പക്ഷത്താക്കാൻ നോക്കുകയാണ്. ഭഗവാൻ കൃഷ്ണന്റെ അടുത്തും എത്തുകയാണ്. ദ്വാരകയിലേക്ക് ചെല്ലുന്നു അർജുനും ദുര്യോധനും. ഭഗവാൻ പറഞ്ഞു, എൻ്റെ 10 ലക്ഷം യോദ്ധാക്കൾ എന്നെപ്പോലെ യുദ്ധം ചെയ്യുന്ന നാരായണസേന ഒരു പക്ഷത്തായിരിക്കും, മറുപക്ഷത്ത് ഞാനും. പക്ഷെ ഞാൻ ആയുധമൊന്നും എടുക്കത്തില്ല. ആദ്യം അർജുന നീ പറയൂ എന്നാണ് പറഞ്ഞത്. അർജുനന് സംശയമൊന്നുമില്ല, ഒട്ടും സമയമെടുത്തില്ല ആലോചിക്കാനായിട്ട്. ഭഗവാനെ തന്നെ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് ദുര്യോധൻ ചിരിച്ചു. ദുര്യോധനന് ഉള്ളിൽ ഒരുപാട് സന്തോഷമായി. കാരണം ഭഗവാന്റെ നാരായണസേനയാണല്ലോ കിട്ടിയിരിക്കുന്നത്. ആയുധമൊന്നും എടുക്കാത്ത, യുദ്ധം ചെയ്യാത്ത ഭഗവാനെ ആർക്ക് വേണം എന്നാണ് മണ്ടനായ ദുര്യോധനൻ ചിന്തിച്ചത്. ദുര്യോധന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി എന്ന് നമ്മൾ ഇനി മുന്നോട്ട് പഠിക്കും മഹാഭാരതത്തിൽ. ഇന്ന് അതിൻ്റെ അടുത്ത അധ്യായം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം ജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം ശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധേ നാമിനി. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരഗദാധാവധായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനി. ശ്രീവാസവാനവീ ദേവി ദയിതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാന ദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദാ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണി രൂപാനുഗവിരുദ്ധവസിദ്ധാന്തദ്വന്ദ്വഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായതേ നമഃ. നമോ മഹാധന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമിനേ ഗൗരത്രിസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരദോ പങ്കോർമമ മന്ദമതിർഗതി മത്സർവസ്വ പാദാംഭോജോ രാധാ മദനമോഹനോ ദിവ്യത് വൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാര സിംഹാസനസ്ഥോ
श्रीमद् राधा श्रीलगोविन्ददेवो प्रेष्ठारभि सेव्यमानो स्मरामि श्रीमन्दासरसारम्भीवं श्रीवरत्तटस्थिता कर्षन् वेणुस्वनेर्गोपीर्गोपीनाथश्रीस्तुना तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण प्रणमामि हरिप्रिये प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे मुखं करोति वाचालं बन्धुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं हरि ओं तत्सत् हरे कृष्ण മഹാഭാരതം ചർച്ച നമുക്ക് തുടരാം. പല പല രാജാക്കന്മാരും ഇരുപക്ഷത്താവുന്നത് വരെയാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ അടുത്ത അധ്യായം ധൃതരാഷ്ട്രർ എന്ത് സന്ദേശമാണ് പാണ്ഡവർക്ക് അയച്ചു കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കാരണം ദ്രുപദന്റെ രാജപുരോഹിതൻ ദൂതുവായിട്ട് ധൃതരാഷ്ട്രന്റെ അടുത്ത് എത്തിയിരുന്നല്ലോ, നമ്മളത് പഠിച്ചു രാവിലെ. ആ സമയത്ത് രാജപുരോഹിതൻ പറയുന്നതെല്ലാം കേട്ടു. എന്നിട്ട് ധൃതരാഷ്ട്രൻ പറഞ്ഞു, അത് ഇന്നലെ നമ്മൾ പഠിച്ചത് അല്ലേ? ഇന്നലെയായിരുന്നു ഇന്നലെയായിരുന്നു. എന്നിട്ട് ഇന്ന് രാവിലെ നമ്മൾ പഠിച്ചത് ഇരുപക്ഷത്തും ആരൊക്കെയാണ് ചേരുന്നത്. രാജാക്കൻ പ്രത്യേകിച്ച് ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ പക്ഷത്താണ്, പാണ്ഡവ പക്ഷത്താണ്. ബലരാമസ്വാമി പറയുന്നു ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന്. എന്നിട്ട് മറ്റു രാജാക്കന്മാരെല്ലാം ശല്യൻ ദുര്യോധന്റെ പക്ഷത്ത് ചേരുകയാണ്. ദുര്യോധൻ പറ്റിച്ച് ശല്യനെ അവരുടെ ഭാഗത്താക്കുകയാണ്. പക്ഷെ ശല്യൻ പറഞ്ഞു ഞാൻ എന്തായാലും യുധിഷ്ഠിരനെ കണ്ടിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതൊരു യുധിഷ്ഠിരൻ പറയുകയാണ്, വിഷമമുണ്ട്, നമുക്ക് എന്തായാലും അങ്ങ് നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്നാലും അങ്ങ് ഒരു ഉപകാരം നമുക്ക് ചെയ്യണം. അങ്ങ് നല്ലൊരു സാരഥിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അങ്ങ് എന്തായാലും ദുര്യോധൻ കർണന്റെ സാരഥിയായിട്ട് നിയമിക്കുന്നതായിരിക്കും. ആ സമയത്ത് കർണനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ അങ്ങ് സംസാരിക്കണം എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു കൊടുക്കുകയാണ്. യുധിഷ്ഠിരൻ നോക്കണേ എത്ര ബുദ്ധിപരമായിട്ട് നീക്കുകയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. കാരണം ധർമ്മത്തെ സ്ഥാപിക്കാനായിട്ട് യുദ്ധം അനിവാര്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത അധ്യായം എന്താണെന്ന് നോക്കാം. ധൃതരാഷ്ട്രർ രാജപുരോഹിതനോട് പറഞ്ഞത് എനിക്കിതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ സമയം വേണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ സഞ്ജയൻ്റെ അടുത്ത് ഇതിന് മറുപടി നൽകാമെന്നാണ് പറഞ്ഞത്.
എന്താണ് സഞ്ജയന് അയച്ചു കൊടുത്ത മറുപടി എന്ന് നമുക്ക് നോക്കാം. ഇന്ന് രാവിലെ തന്നെയായിരുന്നു നമ്മൾ രാജപുരോഹിതന്റെ സന്ദേശം പഠിച്ചത് അല്ലേ? ഇന്ന് രാവിലെ തന്നെയായിരുന്നു. നമുക്ക് നോക്കാം. പാണ്ഡവര് ഭഗവാൻ കൃഷ്ണനുമായിട്ട് ഇരിക്കുന്ന ആ സമയത്തായിരുന്നു സഞ്ജയൻ വിരാട് രാജ്യത്തിലെത്തി എന്നുള്ള സന്ദേശം അവർക്ക് കിട്ടുന്നത്. ഉടൻ തന്നെ യുധിഷ്ഠിരൻ എത്രയും പെട്ടെന്ന് സഞ്ജയനെ അവിടെ കൊണ്ടുവരാനായിട്ട് പറയുകയാണ്. സഞ്ജയൻ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചു, എല്ലാ സഹോദരങ്ങളുടെ മുമ്പിൽ നമസ്കരിച്ചു. എന്നിട്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, അങ്ങേ വീണ്ടും സുരക്ഷിതനായിട്ട് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. അവിടെ എല്ലാവരുടെയും വലിയ ഭാഗ്യമാണ് അങ്ങും അങ്ങയുടെ സുഹൃത്തുക്കളും സുരക്ഷിതരായിട്ടിരിക്കുന്നത്. അങ്ങും അങ്ങയുടെ ഇത്രയും തേജസ്വികളായിട്ട സഹോദരങ്ങളും അങ്ങയുടെ സുഹൃത്തുക്കളും ഒപ്പം തന്നെ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനെയും കാണുമ്പോൾ അങ്ങ് സാക്ഷാൽ ദേവേന്ദ്രനെ പോലെ കാണപ്പെടുകയാണ്. ധൃതരാഷ്ട്രർ അങ്ങയുടെ ക്ഷേമം അന്വേഷിച്ചു. അങ്ങയുടെ ഭാര്യയായ ദ്രൗപദി ദേവിയും ബാക്കി ബന്ധുക്കളെല്ലാം സുഖത്തിൽ തന്നെയല്ലേ എന്ന് അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞു. ഇതെല്ലാം ചോദിച്ചതിന് ശേഷം യുധിഷ്ഠിരൻ പറഞ്ഞു, അവരിപ്പോഴും നമ്മുടെ നന്മയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണോ? അർജുന്റെ അതുല്യമായിട്ടുള്ള ആ ഒരു ശക്തിയെ അവർക്കെപ്പോഴും ഓർമ്മയുണ്ടോ? ഒറ്റ നിമിഷം കൊണ്ട് അർജുന് 60 അസ്ത്രങ്ങൾ വില്ലിൽ നിന്ന് അയക്കാൻ പറ്റും. ഭീമന്റെ ശക്തമായിട്ടുള്ള കൈകളെ അവർ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? ഭീമന്റെ ഗദ പിടിച്ചു കഴിഞ്ഞാൽ ത്രിലോകങ്ങളും ഭയക്കും. പിന്നെ എൻ്റെ സഹോദരങ്ങളായിട്ട് നകുല സഹദേവന്മാരെയും അവർ ഓർക്കുന്നുണ്ടോ? കാരണം എല്ലാ ദിശകളിലും പോയി അവർ കീഴടക്കിയിരുന്നു പല പല രാജാക്കന്മാരെയും. പിന്നെ ധൃതരാഷ്ട്രപുത്രന്മാർ ദ്വൈതവനത്തിൽ നടന്ന സംഭവങ്ങളൊന്നും അവർ മറന്നു കാണത്തില്ലല്ലോ. ഭീമനും അർജുനും ആയിരുന്നു അവരെ ദ്വൈതവനത്തിൽ ഗന്ധർവന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. പക്ഷെ നമ്മളിപ്പോഴും അവരെ സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ അവരുടെ കൂട്ടത്തിൽ ശാന്തിയോടുകൂടി ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ദുര്യോധനെ പല രീതിയിലും ദുര്യോധനുമായിട്ട് സൗഹൃദത്തിൽ ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും നേരെ പോകുന്ന ഒരു മട്ട് കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് സഞ്ജയൻ പറഞ്ഞു, അങ്ങ് പറയുന്നത് വളരെ ശരിയാണ്. കൗരവർ എല്ലാം സുഖത്തിൽ തന്നെയാണ്. അവരെല്ലാവരും അങ്ങേ ഓർക്കുന്നുണ്ട്. ദുര്യോധന ചുറ്റും ബുദ്ധിമാനായിട്ടുള്ള വ്യക്തികളുമുണ്ട്, ക്രൂരന്മാരായിട്ടുള്ള വ്യക്തികളുമുണ്ട്. പക്ഷേ അവ എപ്പോഴും ക്രൂരന്മാരുടെ വാക്കുകളാണ് കേൾക്കുന്നത്. അങ്ങയോടുള്ള അവൻ്റെ മനോഭാവം എപ്പോഴും ക്രൂര മനോഭാവം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛന് ഒരുപാട് ദുഃഖമുണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ആ വൃദ്ധനായിട്ടുള്ള രാജാവ് എപ്പോഴും വിഷമത്തിലും സന്താപത്തിലുമാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കുറ്റബോധമുണ്ട്. നിങ്ങളോട് ചെയ്ത ആ തെറ്റിനെ കുറിച്ച് തന്നെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് ബ്രാഹ്മണരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം സ്വന്തം ബന്ധുക്കൾക്കെതിരെ ചെയ്യുന്ന ഈ തെറ്റുകളെല്ലാം വലിയ പാപങ്ങളാണ്.
രാജാവ് എപ്പോഴും നിങ്ങളെല്ലാവരുമായിട്ട് ഒരു ശാന്തിയോടുകൂടി ജീവിക്കുക എന്നത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. കൗരവർ അങ്ങയുടെ ശക്തിയെല്ലാം ആലോചിക്കുന്നുണ്ട്. നാരായണ, നിങ്ങളെപ്പോലെ ശക്തരായിട്ടുള്ള വ്യക്തികൾ എങ്ങനെയാണ് ഇത്രയും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് എന്നത് വലിയൊരു ആശ്ചര്യകരമായിട്ടുള്ള കാര്യമാണ്. നാരായണ, പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, അങ്ങൊരിക്കലും താൽക്കാലിക സുഖത്തിന് വേണ്ടി ധർമ്മത്തെ പരിത്യജിക്കത്തില്ല. അങ്ങൊരിക്കലും ശത്രുക്കളെ സൃഷ്ടിക്കാത്ത വ്യക്തിയാണ്. ഇനി ഞാൻ പറയുന്ന സന്ദേശം ധൃതരാഷ്ട്രർ പറഞ്ഞതാണ്. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, സഞ്ജയ, വിരാട് രാജ്യത്തിന്റെ സഭയിൽ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ ആ സന്ദേശം പറയണമെന്ന്. അങ്ങനെ സഞ്ജയൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൈകൂപ്പി നിന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രണാമം. ധൃതരാഷ്ട്രർ ഒരു സന്ദേശം അയച്ചിരിക്കുകയാണ്. അദ്ദേഹം ശാന്തി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ക്ഷേമം അന്വേഷിച്ചു. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് അദ്ദേഹം നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടി ജീവിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: പാണ്ഡുപുത്രന്മാർ ധർമ്മിഷ്ഠരാണ്, അവരൊരിക്കലും നീചപ്രവൃത്തി ചെയ്യത്തില്ല. യുധിഷ്ഠിരൻ സൗമ്യശീലനാണ്, കാരുണ്യമുള്ള വ്യക്തിയാണ്, എല്ലാവരോടും ക്ഷമ ഉള്ള വ്യക്തിയാണ്. യുധിഷ്ഠിരൻ എപ്പോഴും ഈ ലോകത്തിന്റെ ഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മളെ എല്ലാവരെയും നശിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് യുധിഷ്ഠിരൻ ഒരിക്കലും പോകത്തില്ല. അത് ഏറ്റവും വലിയ പാപമാണ്. അതിലൂടെ നരകം മാത്രമേ ലഭിക്കൂ. ആര് ജയിച്ചാലും ജയിക്കുന്നവർക്ക് നരകമായിരിക്കും അതിൻ്റെ ഫലമായി ലഭിക്കുന്നത്. സ്വന്തം സഹോദരങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളാണ് ഏറ്റവും ഉയർന്ന ചിന്താഗതിയുള്ളവർ. അവരാണ് യഥാർത്ഥ ഹിതചിന്തകർ ഈ കുരുവംശത്തിന്റെ. അവരുടെ സ്വന്തം കുലത്തിന്റെ നന്മയ്ക്കായിട്ട് സ്വന്തം താല്പര്യങ്ങളെ ത്യജിക്കുന്നവരാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ. ഇതെല്ലാം കേട്ടിട്ട് ഭഗവാൻ ചിരിക്കുകയാണ്. ഭഗവാൻ ബാക്കിയുള്ള രാജാക്കന്മാരുടെ മുഖത്ത് നോക്കി. ധൃതരാഷ്ട്രയുടെ സന്ദേശം വളരെ വ്യക്തമായിരുന്നു. എന്നിട്ട് സഞ്ജയൻ വീണ്ടും പറയുന്നത് എല്ലാവരും ആകാംക്ഷയോടെ അത് വ്യക്തത കിട്ടാൻ വേണ്ടി വീണ്ടും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണ്. നീ കൗരവരെ എല്ലാം കൊന്ന്, നിങ്ങൾ കുന്തിയുടെ പുത്രന്മാരല്ലേ, നിങ്ങൾ കൗരവരെ എല്ലാം കൊന്നിട്ട് നിങ്ങളുടെ രാജ്യം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതിലൂടെ നിനക്ക് എന്ത് ലാഭം കിട്ടാനാണ്? നിന്റെ ബന്ധുക്കളെ എല്ലാം കൊന്ന് നിന്റെ ജീവിതം മരണതുല്യമായിരിക്കത്തില്ലേ? നീ വലിയ വലിയ യോദ്ധാക്കളായിട്ടുള്ള നീ, കേശവൻ, സാത്വികി, ചേകിതാനൻ, ഇവരെല്ലാം ദ്രോണർ, ഭീഷ്മർ, കൃപാചാര്യ, അശ്വത്ഥാമ, ബാക്കിയുള്ള കൗരവരുമായിട്ട് യുദ്ധം ചെയ്തിട്ട് അതിലൂടെ എന്ത് പരിണാമമാണ് കിട്ടാൻ പോകുന്നത്? അതിലൂടെ എല്ലാം സർവത്ര നാശമല്ലാതെ വേറെന്ത് നടക്കാനാണ്? രണ്ടു പക്ഷത്തും നന്മ ഒരിക്കലും നടക്കത്തില്ല. എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നു, പാണ്ഡവർ ഇത്രയും വലിയൊരു പാപം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണോ? അതുകൊണ്ട് ഞാൻ കൈകൂപ്പി ഭഗവാൻ കൃഷ്ണന്റെയും ദ്രുപദന്റെയും കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി യാചിക്കുകയാണ്. ഞാൻ യാചിക്കുകയാണ്, കൗരവരും പാണ്ഡവരും സന്തോഷത്തോടുകൂടി കഴിയണം. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, ആരെങ്കിലും നിങ്ങളോട് വന്ന് അഭ്യർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവൻ വരെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. അങ്ങനെയുള്ള വ്യക്തികൾ ഈ യോദ്ധാക്കളെ എല്ലാം സംരക്ഷിക്കേണ്ടതല്ലേ? അല്ലാതെ അവരുടെ ജീവൻ എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കണോ? ഇത് കേട്ടിട്ട് സഭയിലിരിക്കുന്നവർ എന്താ പറയല്ലേ? എല്ലാവരും നിശബ്ദരായിട്ട് നിൽക്കുകയാണ്.
യുധിഷ്ഠിരൻ സഞ്ജയൻ ഇരിക്കുന്നത് വരെ ഒന്നും മിണ്ടിയില്ല. സഞ്ജയൻ ഇരുന്നതിന് ശേഷം യുധിഷ്ഠിരൻ പറഞ്ഞു, സഞ്ജയ, ഞാൻ എന്തു പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത് ഞാൻ യുദ്ധം ആഗ്രഹിക്കുന്നുവെന്ന്? ശാന്തിക്കുള്ള എല്ലാ അവസരങ്ങളും ഇവിടെ ഉള്ളപ്പോൾ ആരാണ് യുദ്ധത്തിനായിട്ട് കാംക്ഷിക്കുന്നത്? കുന്തിപുത്രന്മാർ എപ്പോഴും ധർമ്മം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിലൂടെ എല്ലാവരുടെയും നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ ആരാണോ അവരവരുടെ ഇന്ദ്രിയങ്ങൾ പറയുന്നത് കേൾക്കുന്നത്, അവർ തീർച്ചയായിട്ടും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ യഥാർത്ഥത്തിൽ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് നമ്മുടെ ഇന്ദ്രിയ വാഞ്ചകളെ ത്യജിക്കുമ്പോഴാണ്. എത്ര മനോഹരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ ദുരിതങ്ങൾക്ക് കാരണം നമ്മുടെ ഇന്ദ്രിയ ത്വരകളാണ്. ഇന്ദ്രിയ ത്വരകളെ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ എല്ലാ ദുരിതങ്ങളും അവിടെ തീരുന്നു. ഹരേ കൃഷ്ണ, എത്ര മനോഹരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ധൃതരാഷ്ട്ര മൂഢപുത്രന്മാരും ഈ ഒരു പരമാർത്ഥത്തെ അവർ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരിക്കലും സുഖം കിട്ടാത്ത കാര്യങ്ങളുടെ പുറകെ അവരിങ്ങനെ പോയി യത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ശരിയായോ എന്നൊരർത്ഥത്തിൽ ഭഗവാനെ ഒന്ന് നോക്കി. ഭഗവാൻ ഒന്നിപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു, ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരന്റെ കോൺഫിഡൻസ് ഇനിയും പറഞ്ഞു. ഒന്ന് ആലോചിച്ചു, ആ സഭയിൽ എന്തുമായിരിക്കും രംഗം അല്ലേ? ഇന്ദ്രിയ നിയന്ത്രണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ആ ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ എല്ലാ ദുരിതങ്ങളും തീരും. ഇന്നത്തെ ഈ സത്സംഗത്തിൽ നിന്ന് നിങ്ങൾ ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഓർത്താൽ മതി. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ദുരിതങ്ങളെല്ലാം വരുന്നതിന് കാരണം ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുരിതങ്ങളെ ഇല്ല. അതാണ് നമ്മൾ മനസ്സിലായത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഒരു നിയന്ത്രണമില്ലാതെ ഏതൊക്കെയോ ദിശകളിലേക്ക് അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പിടിച്ചടക്കും, മനസ്സിനെ പിടിച്ചടക്കും, അപ്പോൾ എല്ലാം ശരിയാവുന്നു. അപ്പൊ യുധിഷ്ഠിരൻ ഭഗവാനെ നോക്കിയപ്പോൾ ഭഗവാനും ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. യുധിഷ്ഠിരൻ തുടർന്നു സംസാരിക്കാനായിട്ട്. സ്വന്തം മൂഢനായ മന്ദബുദ്ധിയായ മകന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് പാപപ്രവർത്തികളിലും ക്രൂരപ്രവർത്തികളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മന്ദബുദ്ധിയായ ദുര്യോധന്റെ വാക്ക് കേട്ടതുകൊണ്ടാണ് രാജാവ് ഇന്നും ദുഃഖം അനുഭവിക്കുന്നത്. എന്തുകൊണ്ട് വിതുരരുടെ വാക്ക് കേട്ടില്ല? വിതുരർ എപ്പോഴും ആ കുലത്തിന്റെ നന്മ മാത്രമല്ലേ ആഗ്രഹിച്ചോളൂ. സ്വന്തം അംഗീകാരത്തിനും സ്വന്തം പ്രശസ്തിക്കും വേണ്ടി മറ്റുള്ളവരുടെ അംഗീകാരത്തെ തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കുകയാണ് ഈ ദുര്യോധനൻ. സത്യമായിട്ടുള്ളൊരു കാര്യമല്ല. സ്വയം ഒരു പേരും പ്രശസ്തി ആർജിക്കാനുള്ള കഴിവില്ല, അതുകൊണ്ട് മറ്റൊരാളുടെ പേരും പ്രശസ്തി അംഗീകാരങ്ങളെയും തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കുക. എത്ര ക്ലിയർ ആയിട്ടുള്ള, ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത് അല്ലേ? ദുര്യോധൻ അസൂയാലുവാണ്, ധാർഷ്ട്യ സ്വഭാവമാണ്, ആരുടെയും നന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. അവൻ്റെ ഉള്ളിൽ കാമം മാത്രമേ ഉള്ളൂ. ധൃതരാഷ്ട്രർക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ മകൻ എന്താണ് ചെയ്തതെന്ന്. പക്ഷെ എന്നിട്ടും അദ്ദേഹം ആ മകൻ പറയുന്നത് തന്നെ പിന്തുടരാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം ധർമ്മം പരിത്യജിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ സുഖം അത് അദ്ദേഹം പരിത്യജിക്കുകയാണ്. എന്തായാലും അദ്ദേഹം അധർമ്മത്തിലൂടെ നേടിയെടുത്തതൊന്നും അധികകാലം പിടിച്ചു വെക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരിക്കലും തീരാത്ത സമ്പത്തും അധികാരവുമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഒരിക്കലും അതിൽ വിജയിക്കത്തില്ല. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും ഈ ഭൂമി എതിരില്ലാതെ, ആരും എതിർക്കാനില്ലാതെ ഭരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സഞ്ജയ, അങ്ങയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായി
അവരവരുടെ മനസ്സ് മാറ്റാൻ തയ്യാറല്ല. നമുക്ക് അർഹതപ്പെട്ട സമ്പത്തും അധികാരവും അവരുടെയാണെന്ന്, അവരുടെ അവകാശമാണെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നിട്ട് യുധിഷ്ഠിരൻ എത്ര മനോഹരമായിട്ടാണ് യുധിഷ്ഠിര മഹാരാജ് സംസാരിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജ് കി ജയ്. യുധിഷ്ഠിരൻ അവിടെ സഭയിലിരുന്ന് എല്ലാവരോടും നോക്കി പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന രാജാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം ദുര്യോധനൻ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ തട്ടിപ്പറിച്ചെടുത്തതെന്ന്. അവനും അവന്റെ സഹോദരങ്ങളും മൂഢനായ കർണനും കൂടെ ചേർന്ന് അവർ വിചാരിക്കുന്നു ഈ യുദ്ധത്തിൽ അവർക്ക് നമ്മളെ തോൽപ്പിക്കാൻ കഴിയുമെന്ന്. അവർ ഒരിക്കലും അർജുനെ ഗാണ്ഡീവം പിടിച്ചിരിക്കുന്ന അർജുന്റെ ബലം എന്താണെന്ന് അവർക്ക് അറിഞ്ഞൂടാ. ഭീമൻ ഗദയായിട്ട് പിടിച്ച് ഗദ വീശി നിൽക്കുമ്പോൾ ഭീമന്റെ ബലം എന്താണെന്ന് അവൻ അറിഞ്ഞൂടാ. അത് കൂടാതെ എന്റെ സഹോദരങ്ങളായ നകുല സഹോദരന്മാര് വാളും വീശി നിൽക്കുമ്പോൾ അവരുടെ ബലം എന്താണെന്ന് അവർക്ക് അറിഞ്ഞൂടാ. അത് കൂടാതെ സഞ്ജയ, അങ്ങേക്ക് അറിഞ്ഞൂടെ ഈ കൗരവർ എത്ര ദുരിതങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാലും ഞാൻ അതൊക്കെ പൊറുക്കാൻ തയ്യാറാണ്. നമ്മളതെല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ്. നമ്മൾ ശാന്തി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവർ ഇന്ദ്രപ്രസ്ഥം തിരിച്ചു നൽകിയാൽ മതി. ഹസ്തിനപുരി അവർ അവരുടെ കയ്യിൽ വെച്ചോട്ടെ. നമുക്ക് അർഹതപ്പെട്ടത് മാത്രം നമുക്ക് നൽകിയാൽ മതി. സഞ്ജയൻ ധൃതരാഷ്ട്രയുടെ സന്ദേശം എന്തായാലും കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹം ഇനി അദ്ദേഹത്തിന്റെ ഭാഗം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അന്നേരം സഞ്ജയന് വരെ അത്ഭുതം തോന്നി. സാധാരണ യുധിഷ്ഠിരൻ എപ്പോഴും ശാന്തനായിട്ട് നിൽക്കുന്ന ആള് ഇപ്പോൾ അദ്ദേഹം യുദ്ധം ആഗ്രഹിക്കുന്നു. ഉടനെ സഞ്ജയൻ പറഞ്ഞു, അങ്ങ് മഹാചക്രവർത്തിയാണ്, അതിലൊരു സംശയമില്ല. അങ്ങ് എപ്പോഴും ധർമ്മിഷ്ഠനാണ്. പക്ഷെ എന്നാലും അങ്ങ് കൗരവരെ നശിപ്പിക്കാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? മരണം ഏത് നിമിഷവും വരുമല്ലോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണ്ടേ? പാപം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ സങ്കല്പിക്കാൻ പോലും പാടില്ല. കാരണം സങ്കല്പിക്കുമ്പോൾ തന്നെ നമ്മൾ നരകത്തിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. അങ്ങ് ഭരതശ്രേഷ്ഠനാണ്. കൗരവർ നിങ്ങൾക്ക് അർഹതപ്പെട്ട രാജ്യം നിങ്ങൾക്ക് യുദ്ധത്തിലൂടെ അല്ലാതെ തിരിച്ചു തരാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഒരു ഭിക്ഷുകരായിട്ട് ജീവിക്കുന്നതല്ലേ അവരെ കൊന്നിട്ട് രാജ്യം തിരിച്ചെടുക്കുന്നതിനെക്കാട്ടി നല്ലത്. നിങ്ങൾ കൃഷ്ണനുമായിട്ട്, ശ്രീകൃഷ്ണ ഭഗവാനും യാദവരുമായിട്ട് സന്തോഷിച്ച് ജീവിച്ചൂടെ? സമ്പത്തിന് വേണ്ടിയുള്ള ആഗ്രഹം അത് ഏറ്റവും വലിയ ധർമ്മത്തിന്റെ ശത്രുവല്ലേ? അതുകൊണ്ട് ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി അതെല്ലാം ഉപേക്ഷിക്കണ്ടേ? ആഗ്രഹങ്ങളെ ത്യജിച്ച വ്യക്തി, ആ വ്യക്തി സമ്പത്തെല്ലാം ത്യജിച്ചിട്ട് ജീവിക്കുകയാണെങ്കിലും സൂര്യനെ പോലെ തേജസ്വിയാകും. ഈ ലോകത്തിൽ മുഴുവൻ കീർത്തിമാനായിട്ടും മാറും. പക്ഷേ ആരാണോ ആഗ്രഹത്തിന്റെ അടിമയായിട്ട് ജീവിക്കുന്നത്, സമ്പൂർണ്ണ ഭൂമിയും അവന്റെ സാമ്രാജ്യമായി മാറിയാലും അവൻ എന്ത് ലാഭമാണ് കിട്ടാൻ പോകുന്നത്? അന്നേരം ഇത് കേട്ടിട്ട് എല്ലാവർക്കും മനസ്സിലായി സഞ്ജയന്റെ ഉദ്ദേശം എന്താണെന്ന്. കാരണം സഞ്ജയൻ ധൃതരാഷ്ട്രോട് നല്ല കൂറുള്ള സേവകനാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സ്വാമിയായ ധൃതരാഷ്ട്രയെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. സഞ്ജയന് അറിയാം കൗരവർ ഒരിക്കലും യുദ്ധത്തിൽ ജയിക്കത്തില്ല. പക്ഷെ അതേ സമയത്ത് യുധിഷ്ഠിരന്റെ ഉദ്ദേശവും സഞ്ജയന് മനസ്സിലായില്ല. സഞ്ജയൻ വ്യാസദേവന്റെ തന്നെ ശിഷ്യനാണ്. സാക്ഷാൽ വ്യാസമഹർഷിയിൽ നിന്ന് ഒരുപാട് നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് തോന്നി യുധിഷ്ഠിരന്റെ ഉള്ളിൽ ഇനി ഭൗതിക ആഗ്രഹങ്ങളൊക്കെ വന്നോ, ആധ്യാത്മിക ലക്ഷ്യങ്ങളൊക്കെ മറന്നോ എന്ന് സഞ്ജയന് തോന്നി. പക്ഷെ അതേ സമയത്ത് വളരെ ബഹുമാനത്തോടു കൂടി തന്നെയായിരുന്നു സഞ്ജയൻ പറയുന്നത്.
ഒന്ന് ആലോചിച്ച് നോക്കൂ, മഹാഭാരതത്തിൽ എത്ര എത്ര കഥാപാത്രങ്ങളാണ് നോക്കുന്നത്. കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് ഒരു കഥയല്ല, പക്ഷേ അവരുടെയൊക്കെ ആ ഒരു ചിന്താഗതി എത്ര എത്ര വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികൾ അല്ലേ, അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ സഞ്ജയൻ പറഞ്ഞു, പാർത്ഥ എന്ന് പറയുമ്പോൾ ഇവിടെ അർജുനെ അല്ല പറയുന്നത്, എല്ലാവരും പാർത്ഥന്മാരാണല്ലോ, പാണ്ഡുപുത്രന്മാരെല്ലാവരും. ഞാൻ പറഞ്ഞു, പാർത്ഥ, അങ്ങ് എല്ലാ വേദങ്ങളും പഠിച്ചതല്ലേ, ഒരുപാട് തപശ്ചര്യകൾ അനുഷ്ഠിച്ച വ്യക്തിയല്ലേ, അങ്ങ് അങ്ങയുടെ മനസ്സിനെ നിയന്ത്രിച്ച വ്യക്തിയാണ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച വ്യക്തിയാണ്, അങ്ങ് യജ്ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച വ്യക്തിയാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ ഇപ്പോൾ എന്താണ് അങ്ങ് ക്രുദ്ധനാകുന്നത്? പൊതുവെ ഈ ലോകത്തിൽ അങ്ങ് ഏറ്റവും കൂടുതൽ ഉയർന്ന സിദ്ധാന്തം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനായിട്ടാണ് എല്ലാവരും കാണുന്നത്. അങ്ങ് രാജസൂയ യജ്ഞത്തിന്റെ നേതൃത്വം വഹിച്ച വ്യക്തിയാണ്, ലക്ഷക്കണക്കിന് ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങൾ ചെയ്ത വ്യക്തിയാണ്. ഇതൊന്നും വെറുതെ ആകാൻ അങ്ങ് അനുവദിക്കരുത്, വലിയൊരു പാപത്തിന് കൂട്ടായി നിൽക്കരുത്. അതുകൊണ്ട് ഇത്രയും കാലം അങ്ങ് ഉണ്ടാക്കിയ തപസ്സിന്റെയും യജ്ഞത്തിന്റെയും ഫലം വെറുതെ ആകാൻ അനുവദിക്കരുത്. അങ്ങ് ക്ഷമിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. സ്വന്തം ബന്ധുക്കളുടെ കൊലപാതകത്തിലൂടെ കിട്ടുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? ഇതിലൂടെ എന്ത് സന്തോഷമാണ് അങ്ങേക്ക് കിട്ടാൻ പോകുന്നത്? അങ്ങയുടെ ബന്ധുക്കളെല്ലാം മരിച്ചതിന് ശേഷം അങ്ങേക്ക് ഈ ഭൂമി മുഴുവൻ ലഭിച്ചാലും അങ്ങേക്ക് സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. സുഖവും ദുഃഖവും അങ്ങ് അർഹിക്കുന്ന എന്തായാലും അങ്ങേക്ക് കിട്ടിയിരിക്കും. എന്തായാലും ഒരു ദിവസം അങ്ങേക്ക് മരണത്തിന്റെ മുമ്പിൽ കീഴടങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് വീരനല്ലേ, വീരയോദ്ധാവല്ലേ, ഇതെല്ലാം മനസ്സിലാക്കി അങ്ങ് യുദ്ധം ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്. ഇനി അങ്ങയുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും യുദ്ധത്തിന് വേണ്ടി അങ്ങേ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അവരെയാണ് അങ്ങ് ത്യജിക്കേണ്ടത്. അതുകൊണ്ട് ദേവലോകത്തേക്കുള്ള അങ്ങയുടെ യാത്രയെ അങ്ങ് തടയരുത്. ദേവലോകവും അതിനപ്പുറത്തായിട്ടുള്ള മോക്ഷപ്രാപ്തിയിലേക്കുള്ള വഴി അങ്ങ് തടയരുത് എന്ന് പറഞ്ഞിട്ട് സഞ്ജയൻ ഇരിക്കുകയാണ്. യുധിഷ്ഠിരൻ ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് കുറച്ചു നേരം ആലോചിച്ചു. എല്ലാ രാജാക്കന്മാരും യുധിഷ്ഠിരന്റെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഒരു വ്യക്തി ഒരിക്കലും ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കരുത്. പക്ഷെ എന്നെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പേ അങ്ങ് ഉറപ്പുവരുത്തേണ്ടത് ഞാൻ ധർമ്മം പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. ചില സമയത്ത് ധർമ്മം അധർമ്മമായിട്ട് കാണപ്പെടും, അധർമ്മം ധർമ്മമായിട്ടും കാണപ്പെടും. നല്ലപോലെ വിശാലമായിട്ട് ചിന്തിച്ചിട്ട് മാത്രമേ ഒരു വ്യക്തി ധർമ്മവും അധർമ്മവും തമ്മിലുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ എന്ത് ഉത്തരവാദിത്തങ്ങളാണോ ഏറ്റെടുക്കുന്നത് ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അത് നമ്മൾ ശരിയായിട്ട് പാലിക്കേണ്ടതാണ്. ബ്രാഹ്മണർ ഭിക്ഷ എടുത്തിട്ടാണ് ജീവിക്കേണ്ടത്. ക്ഷത്രിയർ ഒരിക്കലും ഭിക്ഷ എടുക്കാൻ പാടില്ല. ഏറ്റവും വലിയ ദുഃഖത്തിന്റെ സമയത്ത് പോലും ഒരിക്കലും ഒരു രാജാവ്, ഒരു ഭരണാധികാരി ഭിക്ഷ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ജഗദീശ്വരന്റെ തീരുമാനം തന്നെ ക്ഷത്രിയർ എപ്പോഴും ഭരിക്കുന്നതിലൂടെയും അവരുടെ ആധിപത്യം അവരുടെ ശക്തിയാൽ സ്ഥാപിക്കുന്നതിലൂടെയാണ് അവർ ജീവിക്കേണ്ടത്. ഇത്ര മനോഹരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ലേ? എത്ര വലിയ ആപത്ഘട്ടമാണെങ്കിൽ പോലും ഒരു ഭരണാധികാരി ഒരിക്കലും ഭിക്ഷ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് സാധുജനങ്ങളെ സംരക്ഷിക്കുകയും ഭരണം ധർമ്മത്തിൽ ഉറപ്പാക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് അധർമ്മത്തിലൂടെ ഭൂമിയോ ദേവലോകമോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് യുധിഷ്ഠിരൻ നേരെ, അതായത് യുധിഷ്ഠിരന്റെ ആത്മാർത്ഥതയെ വരെ ചോദ്യം ചെയ്തു സഞ്ജയൻ. എന്നിട്ട് ഉടനെ യുധിഷ്ഠിരൻ പറഞ്ഞു,
ഇവിടെ നോക്കൂ, ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം ഇരിക്കുന്നു. അദ്ദേഹത്തിന് അറിയുന്ന പോലെ ധർമ്മം എന്താണെന്ന് വേറെ ആർക്കെങ്കിലും അറിയാമോ? വേദങ്ങളിലൂടെ അറിയേണ്ടത് ഇദ്ദേഹത്തെ തന്നെയാണ്. എല്ലാ അറിവുകളും എല്ലാവിധ സാക്ഷാത്കാരങ്ങളും വരുന്ന ഇദ്ദേഹത്തിൽ നിന്നാണ്. അദ്ദേഹം തന്നെ പറയട്ടെ ഇത് ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് ശരിയെന്ന്. അദ്ദേഹം എന്ത് പറയുന്നോ അത് ഞാൻ ശിരസാ വഹിക്കുന്നു. അദ്ദേഹം എന്ത് പറയുന്നു അത് തന്നെയായിരിക്കും ഫൈനൽ തീരുമാനം. കേശവൻ എൻ്റെ സുഹൃത്താണ്, എൻ്റെ ഹിതചിന്തകനാണ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് പറയുന്നോ അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഹരേ കൃഷ്ണ. എത്ര മനോഹരമായിട്ടുള്ള വാക്കുകൾ അല്ലേ? എങ്ങനെയുണ്ട് മഹാഭാരതം? സൂപ്പറല്ലേ? എന്നിട്ട് യുധിഷ്ഠിരൻ ഇവിടെ ഇരുന്നു എന്നുള്ളത്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ധർമ്മത്തെയും നമ്മുടെ ആത്മാർത്ഥതയും ചോദ്യം ചെയ്യും. പക്ഷെ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക, ഭഗവാൻ ഇഷ്ടമല്ലാതെ നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഭയപ്പെടുന്നു? ഭഗവാന്റെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ചില വ്യക്തികൾ നമ്മളെ സ്തുതിക്കും, ചില വ്യക്തികൾ നിന്ദിക്കും. പക്ഷെ ഭഗവാനെ മുൻനിർത്തി നമ്മൾ മുന്നോട്ട് പോകാം. ഭഗവാൻ ഇഷ്ടമല്ലാത്ത ഒന്നും ചെയ്യരുത്, ഭഗവാൻ ഇഷ്ടമുള്ള ചെയ്യാൻ മടിക്കുകയും ചെയ്യരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പാഠം അല്ലേ? അങ്ങനെ യുധിഷ്ഠിരൻ ഇരുന്ന ഉടൻ തന്നെ ഭഗവാൻ എഴുന്നേറ്റു. ഭഗവാന്റെ ദേഹകാന്തി ആ സഭ മൊത്തം നിറഞ്ഞു എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേകതരം ഒരു എനർജി ഭഗവാന്റെ ദേഹത്തു നിന്നും ആ സഭ മൊത്തം നിറഞ്ഞു എന്നുള്ളതാണ്. നല്ല ഏറ്റവും മനോഹരമായിട്ടുള്ള പീതാംബരവും സ്വർണ്ണാഭരണങ്ങളും ഭഗവാന്റെ ആ കാർമുകിൽ നിറവും ഇതെല്ലാം എല്ലാവരെയും ആകർഷിപ്പിക്കുന്നതായിരുന്നു. എന്നിട്ട് ഭഗവാന്റെ താമരക്കണ്ണ് സുന്ദരമായിട്ടുള്ള താമരക്കണ്ണ് വെച്ച് സഞ്ജയനെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, സഞ്ജയ, ഞാൻ പാണ്ഡവരും കൗരവരും സുഖത്തിലും സമൃദ്ധിയിലും ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനും ശാന്തി ആഗ്രഹിക്കുന്നു. എനിക്ക് സന്തോഷം തോന്നുന്നു ധൃതരാഷ്ട്രം അത് ആഗ്രഹിക്കുന്നു എന്ന് കണ്ടിട്ട്. യുധിഷ്ഠിരനും ഇപ്പോഴും ശാന്തി ആഗ്രഹിക്കുന്നതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. കാരണം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് യുധിഷ്ഠിരനാണ്. കൗരവരാണ് അവരെ എപ്പോഴും ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് സഹോദരങ്ങളുടെ മരണം ആഗ്രഹിക്കുന്നത്? സഞ്ജയ, അങ്ങേക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് വ്യക്തമായിട്ട് അറിയാം ശരിയും തെറ്റും എന്താണ്. പിന്നെ എന്തുകൊണ്ട് അങ്ങ് പാണ്ഡുപുത്രനായി യുധിഷ്ഠിരനെ മാത്രം കുറ്റപ്പെടുത്തുന്നു? അദ്ദേഹം അധർമ്മം എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം ശാസ്ത്രവിരുദ്ധമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇനി ഇന്നത്തെ ഈ ഒരു ചർച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ബ്രാഹ്മണരുടെ ഇടയിൽ തന്നെ 2 വിഭാഗമുണ്ട്. ചില വ്യക്തികൾ പറയും എല്ലാം ത്യജിച്ച് സന്യാസം സ്വീകരിക്കുന്നതാണ് പരമോന്നതമായിട്ടുള്ള ജീവിതത്തിന്റെ ലക്ഷ്യം. പക്ഷെ ചില വ്യക്തികൾ പറയും ആസക്തിയില്ലാതെ പ്രവർത്തിക്കുന്നതാണെന്ന് ഏറ്റവും പ്രധാനവും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ രണ്ടാമത് പറഞ്ഞതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഉപേക്ഷിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ആസക്തിയില്ലാതെ പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. അതിനെ തന്നെയാണ് ഞാൻ ഏറ്റവും പരമോന്നതമായിട്ട് കാണുന്നത്. അതുകൊണ്ട് സഞ്ജയ, സ്വന്തം നിലനിൽപ്പിന് പോലും ഒരു വ്യക്തി എന്തായാലും അദ്ദേഹത്തിന്റെ കർത്തവ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രവൃത്തിയില്ലാതെ അറിവ്, പ്രവർത്തിക്കാതെ ഇരിക്കുന്ന അറിവ് കൊണ്ട് ആർക്കെന്ത് പ്രയോജനം? ഹരേ കൃഷ്ണ. എന്നിട്ട് രത്നങ്ങളുടെ മോതിരം പതിപ്പിച്ച ഭഗവാന്റെ കൈ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് ഭഗവാൻ പറയും, ഇങ്ങനെ കൈ ഉയർത്തി ഇങ്ങനെ കാണിച്ചിട്ട് പറയാം, ദേവന്മാരെ നോക്കൂ, അവർ പോലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കാറ്റ് വീശുന്നത് നിങ്ങൾ കണ്ടില്ലേ? അതും അവർ പ്രവർത്തിക്കുകയാണ്. സൂര്യദേവൻ ഉറങ്ങാതെ തുടർച്ചയായിട്ട് രഥത്തിൽ ഓടുന്നത് കണ്ടിട്ടില്ലേ? ഭൂമി ദേവി ഉറങ്ങാതെ ഈ പ്രപഞ്ചത്തിന്റെ ഭാരം ചുമക്കുന്നത് കണ്ടില്ലേ? പുണ്യ നദികൾ മടുക്കാതെ ഒഴുകുന്നത് കണ്ടില്ലേ?
സാക്ഷാൽ ദേവേന്ദ്രൻ, ആ ദേവേന്ദ്രന്റെ സ്ഥാനത്തിരിക്കുന്നത് എല്ലാവിധ സുഖഭോഗങ്ങളെയും ത്യജിച്ച് ഒരു ജീവിതം ഒരു ആക്കിയതുകൊണ്ടാണ് സാക്ഷാൽ ദേവേന്ദ്രൻ പോലും അവിടെ ഇരിക്കുന്നത്. എല്ലാ ദേവന്മാരും അവരവരുടെ കർത്തവ്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് സൂത, ആദ്യമായിട്ട് ഭഗവാൻ പറയാം, സൂത, നീ നിന്റെ വർത്തമാനത്തിലൂടെ കാണിച്ചു നിന്റെ ചിന്താഗതി എന്താ. അതുകൊണ്ട് കൗരവർക്ക് വേണ്ടി നീ എന്തിനാണ് സംസാരിക്കുന്നത്? കൗരവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് പാണ്ഡവരെ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും നീ അകറ്റാൻ നോക്കുകയാണോ എന്ന് ചോദിച്ചു. നീ ബുദ്ധിമാനായിട്ടുള്ളൊരു വ്യക്തിയല്ലേ? നിനക്ക് കർത്തവ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൂടെ? എങ്കിൽ ഞാൻ ഒരു ചോദ്യം നിനക്ക് ചോദിക്കാം. ഒരു രാജാവിന്റെ കർത്തവ്യം യുദ്ധം ചെയ്യുന്നതിലാണോ അതോ യുദ്ധം ചെയ്യാതിരിക്കുന്നതിലാണോ? സൃഷ്ടികർത്താവ്, വിധാതാവ് ക്ഷത്രിയരെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അധർമ്മികളെ തടയാൻ വേണ്ടിയാണ്, സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ധൃതരാഷ്ട്രർ യുധിഷ്ഠിരന്റെ അർഹതപ്പെട്ട രാജ്യങ്ങളെല്ലാം തട്ടിപ്പറിച്ചെടുത്തു. അത് നേരെ മോഷ്ടിച്ചാലും അല്ലെങ്കിൽ മോഷ്ടിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാത്ത രീതിയിൽ മോഷ്ടിച്ചതാണെങ്കിലും മോഷണം തന്നെയാണ്. അതുകൊണ്ട് ദുര്യോധന്റെ കൂട്ടരും ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കണ്ടേ? അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുക്കാനുള്ള അധികാരം, അവകാശം യുധിഷ്ഠിരനില്ലേ? അത് കള്ളനെ കൊല്ലുകയാണെങ്കിൽ പോലും ഒരു മോഷ്ടാവിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട വസ്തു തിരിച്ചെടുക്കുന്നത് അത് അധർമ്മമാണോ? ഹരേ കൃഷ്ണ. സഞ്ജയൻ എന്താ പറഞ്ഞ, ഭഗവാൻ എന്താ പറഞ്ഞത്? ഭഗവാൻ പറയാ, പാണ്ഡവർക്ക് അർഹതപ്പെട്ട വസ്തുവിനെ ഒരു കൂട്ടം കള്ളന്മാര് മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ കള്ളന്മാരെ കൊന്നിട്ടെങ്കിലും ആ വസ്തുവിനെ തിരിച്ചെടുക്കുന്നത് പാണ്ഡവരുടെ അധികാരം, അവകാശമല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനെ നോക്കി. അപ്പോ അവർക്ക് രോമാഞ്ചം കൊണ്ട് സന്തോഷം വരികയാണ്. പാണ്ഡവരെല്ലാവരും സിംഹം ഇങ്ങനെ അഭിമാനത്തോടു കൂടി ഇരിക്കുന്ന പോലെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ സഭയിലിരിക്കുന്ന എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഇനി അടുത്ത എന്താ കൃഷ്ണൻ പറയാൻ പോകുന്നത് എന്നിങ്ങനെ നോക്കിയിരിക്കുക. അതായത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ ധർമ്മത്തെയും ഒരു പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ ചോദ്യം ചെയ്താലും നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഭഗവാൻ കാണും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഓരോ ഭക്തരുടെയും ചരിത്രം എടുത്ത് നോക്ക്. പൂന്താനം ഉള്ള സമയത്തിന് ചിലപ്പോൾ ആർക്കും അദ്ദേഹത്തെ അറിയത്തില്ലായിരിക്കാം. പക്ഷെ ഭഗവാൻ പൂന്താനത്തിന് വേണ്ടി സംസാരിച്ചു. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ആ ഒരു പ്രേരണയാലാണ് നമ്മളിപ്പോൾ പൂന്താന ചരിതം എന്ന് പറയുന്ന ഗ്രന്ഥം പോലും ഇറക്കിയത്. കാരണം ഈ സൃഷ്ടി ഉള്ളിടത്തോളം കാലം അതിനപ്പുറത്തും ഇങ്ങനെയുള്ള ഭക്തരുടെ ചരിതം എപ്പോഴും അറിയണം. നമുക്ക് ചിലപ്പം തോന്നും നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലല്ലോ, ഞാൻ ഭഗവാന് വേണ്ടി ജീവിക്കുകയല്ലേ, ഭഗവാന്റെ ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത്, ഇത് ഭഗവാൻ തന്നെ അറിയുന്നുണ്ടോ, ഭഗവാൻ എനിക്ക് വേണ്ടി സപ്പോർട്ട് പറയാനുണ്ടോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും. പക്ഷെ അദ്ദേഹം കാണും. ആരില്ലെങ്കിലും ആരുണ്ടെങ്കിലും അദ്ദേഹം എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ കാണും. അത് 100%. നമ്മൾ സത്യം, ധർമ്മം, ന്യായം, നീതി എല്ലാം നോക്കി ഭഗവാൻ ഇഷ്ടമുള്ള അതേ രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ഭഗവാന്റെ ഭക്തരായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി പറയാൻ ഭഗവാൻ എന്തുകൊണ്ട് നിൽക്കത്തില്ല? എത്ര ആൾക്കാർ നമ്മളിൽ നിന്നെല്ലാം തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കിയാലും അദ്ദേഹം സ്വയം നമുക്ക് വേണ്ടി അതെല്ലാം തിരിച്ചെടുക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല അതെല്ലാം ചോദിക്കുന്നത്, ഭഗവാന് വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ഭഗവാൻ വീണ്ടും പറഞ്ഞു, യുധിഷ്ഠിരൻ തീർച്ചയായിട്ടും ശാന്തിയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർക്ക് അർഹതപ്പെട്ട രാജ്യം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും യുദ്ധം നടക്കുന്നു.
അത് എൻ്റെ ഉറച്ച തീരുമാനമാണ്. അത് തന്നെയാണ് ഇവിടുത്തെ ധർമ്മം എന്നാണ് ഞാൻ പറയുന്നത്. അതുകൂടാതെ ഇങ്ങനെയുള്ളൊരു യുദ്ധം ഒരിക്കലും അധർമ്മമാകുന്നില്ല, ഇതൊരു ധർമ്മയുദ്ധമായിരിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു. പിന്നെ ഇവിടെ ഭഗവാൻ പറഞ്ഞു, അതായത് സഞ്ജയൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ കൃഷ്ണന്റെ കൂട്ടത്തിൽ യാദവരുടെ കൂട്ടത്തിൽ താമസിക്കാന്ന്. അന്നേരം അതിനെക്കുറിച്ച് പറഞ്ഞു, യുധിഷ്ഠിരൻ അവകാശപ്പെട്ട രാജ്യത്തിലാണ് യുധിഷ്ഠിരൻ താമസിക്കേണ്ടത്, അല്ലാതെ മറ്റൊരു രാജ്യത്തിലല്ല. അതുകൊണ്ട് സഞ്ജയ, നീ ഇവിടുന്ന് പോകൂ. ധൃതരാഷ്ട്രർക്കും ധൃതരാഷ്ട്രപുത്രന്മാർക്കും ധർമ്മം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ നിശബ്ദനായി. അവിടെ ഇരിക്കുന്ന എല്ലാവരും ഭഗവാന്റെ വാക്കുകളിൽ അങ്ങ് മഗ്നരായി പോയി. ഇതെല്ലാം കേട്ടിട്ട് സഞ്ജയൻ പോലും ഇങ്ങനെ അറിയാതെ തലയാട്ടിപ്പോയി. വേറെ സഞ്ജയനും മരത്തൊന്നും പറയാനില്ലെന്നുള്ളതാണ്. എന്നിട്ട് ഉടനെ അത് കണ്ടപ്പോൾ ഭഗവാന് കൂടുതൽ കാരുണ്യം തോന്നി സഞ്ജയനോട്. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഞ്ജയ, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, കൗരവ സഭയിൽ അവർ ചെയ്ത പാപം അവർ ഓർക്കുന്നുണ്ടോ? എല്ലാവരും അവിടെ ഒത്തുകൂടിയിരിക്കുകയായിരുന്നു. ഭീഷ്മര് നിശബ്ദനായിട്ടിരുന്നു. പതിവ്രതയായ ദ്രൗപദിയെ വലിച്ചഴിച്ച് അവിടെ കൊണ്ടുവന്നപ്പോൾ ദുശാസനന്റെ കയ്യിൽ നിന്നും രക്ഷ നേടാനായിട്ട് ആ പാവം സാധ്വി പെടയുകയായിരുന്നു, മീൻ പെടയുന്നത് പോലെ. ആ സമയത്ത് ആ സഭയിലുള്ള ആരെങ്കിലും ഒന്ന് മിണ്ടിയോ? ഹരേ കൃഷ്ണ. ഭഗവാന്റെ ആ ഫീലിങ്സ് നോക്കണേ. ഇപ്പൊ ഇത്രയും നേരമായിട്ട് യുധിഷ്ഠിരൻ പോലും അത് പറഞ്ഞില്ലേ, എല്ലാരും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ദ്രുപദൻ സ്വന്തം മകളുടെ കാര്യം പോലും അവിടെ പറഞ്ഞില്ല. പക്ഷേ മഹാഭാരതത്തിൽ ആദ്യമായിട്ട് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് പറയുന്നത്. ആ കാമത്തിന്റെ അടിമയായിട്ടുള്ള നീചനായിട്ടുള്ള ആ ദുശാസനൻ കുലവധുവിനെ വലിച്ചഴച്ചു കൊണ്ടുവന്ന് അപമാനിച്ചു ദ്രൗപദിയെ. ആ സമയത്ത് ധൃതരാഷ്ട്രർ മിണ്ടിയിരുന്നുവെങ്കിൽ ഞാൻ അവരോട് ക്ഷമിച്ചേനെ, അവരെന്നെ സംപ്രീതനാക്കിയേനെ. പക്ഷേ അദ്ദേഹമോ കുരുവംശത്തിലെ ഒരാൾ പോലും ഒന്നും മിണ്ടിയില്ല. ആ കൂട്ടത്തിൽ ഒരേ ഒരാളെ ഞാൻ ക്ഷത്രിയനായിട്ട് കാണുന്നുള്ളൂ, അത് വിതുരനാണ്. കാരണം വിതുരർ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ആ ഒരു വ്യക്തിയെ മാത്രമാണ് ഞാൻ ക്ഷത്രിയനായിട്ട് കാണുന്നത്. അതൊന്ന് ആലോചിച്ചു. ഭഗവാന്റെ ആ സ്റ്റാൻഡേർഡ് നോക്കണം, എന്തോ അല്ലേ. അതായത് വിതുരൻ എന്ന് പറഞ്ഞ ദാസീപുത്രനാണ്. പക്ഷെ ഭഗവാൻ പറയുന്നു ആ കൂട്ടത്തിൽ ഒരേ ഒരു ക്ഷത്രിയനേ ഉള്ളൂ, അത് വിതുരൻ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും അവിടെ നിശബ്ദരായിട്ടിരിക്കൂ. സഞ്ജയ, നീ പോലും മിണ്ടാതിരുന്നില്ലേ എന്ന് ചോദിച്ചു. നീ പോലും അവിടെ മിണ്ടാതിരുന്നില്ലേ, എന്നിട്ട് നീ ഇപ്പോ യുധിഷ്ഠിരനെ ധർമ്മം പഠിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു. ഭഗവാന്റെ കണ്ണ് ഒരു പ്രത്യേക തിളക്കമായിരുന്നു. ആ പഴയ കാര്യങ്ങളൊക്കെ ഭഗവാന്റെ മനസ്സിൽ ഇങ്ങനെ കാണുന്ന പോലെയായിരുന്നു എല്ലാവർക്കും തോന്നിയത്. ആ സമയത്ത് കർണൻ ക്രൂരവാക്കുകൾ കൊണ്ട് ദ്രൗപദി ദേവിയുടെ ഹൃദയത്തെ കുത്തി കുത്തി നോവിപ്പിച്ചു. അവൻ പറഞ്ഞു, നീ ഒരു കൗരവരുടെ ദാസിയായിട്ട് ജീവിക്കാൻ പറഞ്ഞു. അവൻ അവിടെ പറഞ്ഞു, നിന്റെ പതിമാരാരും നിന്റെ പതിമാരല്ല, ഇവരാരും നിന്റെ ഭർത്താക്കന്മാരല്ല. അതുകൊണ്ട് നീ പുതിയൊരു ആണിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതിന്നും ഇത് ഭഗവാൻ പറഞ്ഞ സമയത്ത് അർജുന്റെ ഉള്ളിലും ആ വാക്കുകളൊക്കെ ഓർത്തു വരികയാണ്. നീചനായ ശകുനി വീണ്ടും വീണ്ടും യുധിഷ്ഠിരനെ നിർബന്ധിപ്പിച്ചുകൊണ്ടിരുന്നു ചൂത് കളിക്കാനായിട്ട്. അവൻ പറഞ്ഞു, നിനക്കിനി ദ്രൗപദി മാത്രമേ നിന്റെ കയ്യിലുള്ളൂ, അവളെയും പന്തയം വെക്കാൻ പറഞ്ഞു.
ഇത് കൂടാതെ എല്ലാം നഷ്ടപ്പെട്ടിട്ടും പാണ്ഡവർ ആ വാക്ക് കൊടുത്തതിനാൽ അവർ മരവുരിയും ധരിച്ച് അവർ വനവാസത്തിനായിട്ട് പോകുന്ന സമയത്ത് ദുശാസനൻ പറഞ്ഞു. ഇതിലൊന്ന് ആലോചിക്കണം, ഈ സമയത്തൊന്നും ഭഗവാൻ അവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഓരോന്നും എണ്ണി എണ്ണി ഭഗവാൻ പറയുക. ഇതേപോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലും പല പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നും ഭഗവാൻ ഒന്നും കാണുന്നില്ലേ, ഭഗവാൻ ഒന്നും കേൾക്കുന്നില്ലേ എന്ന്. നമുക്ക് വേണ്ടി പറയാൻ അദ്ദേഹം മാത്രമേ കാണൂ. അദ്ദേഹം ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ നിമിഷങ്ങളും അദ്ദേഹം അറിയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പറയുന്നു, അവരെല്ലാം നഷ്ടപ്പെട്ട്, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് അവർ വനവാസത്തിനായിട്ട് പോകുന്ന സമയത്തും ദുശാസനൻ പറഞ്ഞു, ഇവരെല്ലാം ആണും പെണ്ണും കെട്ടവന്മാരാണ്, ഇവരെല്ലാം നശിപ്പിച്ചു, ഇവരുടെ സമ്പത്തും പേരും എല്ലാം നശിപ്പിച്ചു, ഇവരെല്ലാം നരകത്തിൽ പോകാൻ പോവുകയാണ്. ഭഗവാൻ ഇത്രയും പറഞ്ഞതിന് ശേഷം കുറച്ചു നേരം മിണ്ടാതിരുന്നു. എല്ലാവരും വ്യക്തമായിട്ട് കേട്ടോ എന്ന് ഭഗവാൻ ഓരോ ആൾക്കാരുടെ മുഖത്ത് നോക്കുമായിരുന്നു. അവരുടെ എക്സ്പ്രഷൻ വെച്ച് ഭഗവാൻ അളക്കുമായിരുന്നു. എത്രത്തോളം ആഴത്തിൽ അവിടെ ഇരിക്കുന്ന സഭയിലിരിക്കുന്ന ഓരോ ആൾക്കാരുടെയും ഹൃദയത്തിൽ എത്രത്തോളം ആ വാക്കുകൾ പോയി എന്ന് ഭഗവാൻ നോക്കുകയായിരുന്നു. 13 വർഷങ്ങൾ കഴിഞ്ഞിട്ട് എല്ലാവരും ഏകദേശം മറന്നിരിക്കുകയായിരുന്നു. പക്ഷെ ഭഗവാൻ പറഞ്ഞ അതേ വാക്കുകൾ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ദൃശ്യങ്ങളെല്ലാം വന്നില്ലേ? അതേപോലെ ഇതിനും വലിയ വ്യക്തമായിട്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആ ദൃശ്യം കൺമുന്നിൽ നടക്കുന്നതായിട്ട് തോന്നി. സഞ്ജയൻ ആ ഭീകര ദൃശ്യത്തെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സഞ്ജയന് മനസ്സിലായി, ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണ്. ദുര്യോധനാദികൾ ഇത്രയും വലിയൊരു ഹീനകൃത്യം ചെയ്തപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത് വലിയ തെറ്റായി എന്ന് പറഞ്ഞു. പക്ഷേ ആ സ്വാമിയോടുള്ള കൂറ് കാരണം എനിക്ക് പാവം ആ പാണ്ഡവർക്ക് വേണ്ടി ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് ആ പാവം ദ്രൗപദി കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ജീവന് വേണ്ടി പെടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. ഒരു പെണ്ണും അനുഭവിക്കാത്ത അത്രത്തോളം യാതനകൾ ദ്രൗപദി അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ സഞ്ജയന് വ്യക്തമായി, ഇത് അവരവർ തന്നെ അവരുടെ വിത്ത് വിതച്ചതാണ്. അന്ന് കൗരവർ അയച്ച അസ്ത്രത്തിന് ഇന്ന് ഗാണ്ഡീവത്തിൽ നിന്നും തിരിച്ചു മറുപടി കിട്ടാൻ പോവുകയാണ്. അന്ന് മുതിർന്നവരെല്ലാം നിശബ്ദരായിട്ടിരുന്നു. അതിനെല്ലാം യുദ്ധത്തിലൂടെ ഇനി ഫലം അനുഭവിക്കേണ്ടി വരും. ഇത് കേട്ടപ്പോൾ സഞ്ജയൻ ആകെ സ്തംഭിച്ചു പോയി. സഞ്ജയൻ തല കുനിച്ചു ഭഗവാന്റെ മുമ്പിൽ. ഭഗവാൻ പറഞ്ഞു, ഞാൻ സ്വയം ഹസ്തനപുരിയിൽ എത്തും, കൗരവർക്ക് അതെല്ലാം ഓർമ്മിപ്പിക്കാനായിട്ട്. അവിടെ വെച്ച് നമുക്ക് ഒത്തുതീർപ്പിലാണോ? പാണ്ഡവരുടെ ഹിതത്തിന് ഭംഗം വരാത്ത രീതിയിൽ ശാന്തി ഉറപ്പാക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അതെന്റെ ഒരു വിജയമായിട്ട് ഞാൻ കാണും. അതിലൂടെ കൗരവരും മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു, ധൃതരാഷ്ട്രപുത്രന്മാർ എന്നെ ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുന്നു. ഞാൻ അവിടെ ധർമ്മത്തെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും പറയുമ്പോൾ. ഇനി വേറെ എന്തെങ്കിലും തീരുമാനമാണ് നിങ്ങളുടേതെങ്കിൽ എല്ലാം നഷ്ടപ്പെടും യുദ്ധത്തിൽ.
നിങ്ങൾ ചെയ്ത പാപങ്ങളിലൂടെ നിങ്ങൾ എല്ലാവരും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു അവസാനത്തെ ഘട്ടം മാത്രമായിരിക്കും യുദ്ധക്കളം. അനുയോജ്യമായിട്ടുള്ള സമയം വരുമ്പോൾ ഭീമൻ ഗദയും പിടിച്ചുകൊണ്ട് ദുര്യോധനെ അവന്റെ വാക്കുകളെല്ലാം അവനെ ഓർമ്മിപ്പിക്കും. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ സഭയിൽ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് ഭഗവാൻ പറഞ്ഞു, ദുര്യോധൻ എന്ന് പറയുന്നത് പാപത്തിന്റെ വലിയൊരു വളർന്ന് പന്തളിച്ചിരിക്കുന്ന ഒരു മരമാണ്. കർണനാണ് അതിന്റെ പ്രധാനപ്പെട്ട തടി, ശകുനിയാണ് അതിന്റെ ശാഖകൾ, ദുശാസനും ബാക്കിയുള്ള സഹോദരങ്ങളുമാണ് അതിന്റെ പഴങ്ങളും പൂക്കളും. എന്നിട്ട് ആ മരത്തിന്റെ വേര് ധൃതരാഷ്ട്രമാണ്. അതേ സമയത്ത് യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ ഒരു മരമാണ്. അതിന്റെ പ്രധാന തടി എന്ന് പറയുന്നത് അർജുനാണ്. അതിന്റെ ശാഖകൾ എന്ന് പറഞ്ഞാൽ ഭീമനാണ്. അതിന്റെ പഴങ്ങളും പൂക്കളും നകുല സഹദേവന്മാരുമാണ്. എന്നിട്ട് ആ മരത്തിന്റെ വേര് ഞാൻ സ്വയമാണ്. ഞാനും വേദങ്ങളും ബ്രാഹ്മണരുമാണ് യുധിഷ്ഠിരന്റെ വേരെന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. എന്നിട്ട് ഭഗവാൻ സഞ്ജയനോട് പറഞ്ഞു, സഞ്ജയ, ചെന്ന് നിന്റെ സ്വാമിയെ അറിയിക്കൂ, പാണ്ഡവരുമായിട്ട് ശാന്തി ഉറപ്പാക്കുക, അത് തന്നെയാണ് നിങ്ങളുടെ നന്മ. കൗരവർ എന്ന് പറഞ്ഞാൽ ഒരു കാടിനെ പോലെയാണ്, പാണ്ഡവർ എന്ന് പറഞ്ഞ പുലികളെ പോലെയാണ്. പുലികൾ കാട്ടിലില്ലെങ്കിൽ മനുഷ്യര് കാട് കയറി വെട്ടി നികത്തുന്നു. ഇനി കാടില്ലെങ്കിൽ പുലികൾക്കും സംരക്ഷണമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരുടെ ആവശ്യമുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ഭഗവാൻ പറയുന്നത്. കൗരവർ കാടുകളെ പോലെയാണ്, കാട്ടിലെ മരങ്ങളെ പോലെയാണ്. അവിടെയാണ് പുലികൾ താമസിക്കുന്നത്. പുലികൾ ഉണ്ടായതുകൊണ്ട് മനുഷ്യരാരും കാട്ടിലോട്ട് പോകത്തില്ല. പുലികളില്ലെങ്കിൽ മനുഷ്യർ വന്ന് മരങ്ങളെല്ലാം വെട്ടിക്കൊണ്ടിരിക്കും. പാണ്ഡവർ എന്ന് പറഞ്ഞ വലിയ സാളവൃക്ഷത്തെ പോലെയാണ്. കൗരവർ എന്ന് പറഞ്ഞ ചെറിയ വള്ളിച്ചെടികളെ പോലെയാണ്. ഈ സാലവൃക്ഷത്തിന്റെ സഹായമില്ലാതെ മറ്റു ചെടികൾക്ക് വളരാൻ കഴിയില്ല. പാണ്ഡുപുത്രന്മാർ ധൃതരാഷ്ട്ര തീർമാനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് യുദ്ധത്തിനും അവർ തയ്യാറാണ്. ഇനി മുന്നോട്ടുള്ള തീരുമാനം പൂർണ്ണമായിട്ടും ധൃതരാഷ്ട്രയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് ചെന്ന് ധൃതരാഷ്ട്രരെ പറഞ്ഞ് മനസ്സിലാക്കൂ എന്ന് പറയും. ഇത്രയൊക്കെ ഭഗവാൻ പറഞ്ഞപ്പോ സഞ്ജയന് മിണ്ടാൻ ഒന്നുമില്ലെന്നുള്ളത്. സഞ്ജയന് മനസ്സിലായി ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് പരമാർത്ഥമാണ്. ഒന്നും മിണ്ടിയില്ല, കൈ കൂപ്പി. എന്നിട്ട് യുധിഷ്ഠിരന്റെ അടുത്ത് പറയാണ്, ഞാൻ എന്നാ പൊയ്ക്കോട്ടെ. കിട്ടേണ്ടത് കിട്ടിയപ്പോ സഞ്ജയന് കിട്ടേണ്ടതെല്ലാം കൂടെ കിട്ടി. പറഞ്ഞു, എന്നാ ഞാൻ പോട്ടെ. അങ്ങ് മനുഷ്യരുടെ ഇടയിൽ ദേവനെ പോലെയാണ്. ഞാൻ അങ്ങേ അറിഞ്ഞോ അറിയാതെ ഏതെങ്കിലും രീതിയിൽ ഒരു തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷമ നൽകണം. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് ഞാൻ ജനാർദ്ദനെ ഒന്ന് കണ്ട്, ഭീമസേനെയും കണ്ട്, അർജുനെയും മാതൃപുത്രന്മാരെയും കണ്ടിട്ട് ഞാൻ നേരെ പോവുകയാണ് എന്ന് സഞ്ജയൻ പറഞ്ഞു.
അങ്ങേക്ക് എല്ലാവിധ നന്മകളും വരട്ടെ എന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ കൈകൂപ്പി സഞ്ജയനോട് പറഞ്ഞു, സഞ്ജയ, അങ്ങ് നമ്മുടെ ഹിതചിന്തകനാണെന്നറിയാം. അങ്ങയുടെ വാക്കുകൾ ഒരിക്കലും നമ്മളെ വേദനിപ്പിച്ചില്ല. കാരണം അങ്ങയുടെ ഉദ്ദേശം വളരെ ശുദ്ധമാണ്. അങ്ങ് നമുക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. അങ്ങ് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ വിദുരർക്ക് തന്നെ വരേണ്ടി വന്നേനെ. അതുകൊണ്ട് നമ്മുടെ എല്ലാ സ്നേഹവും നമ്മുടെ ബന്ധുക്കൾക്ക് എല്ലാവരും അറിയിക്കുക. ബ്രാഹ്മണർക്കും നമ്മുടെ ആദരവ് അറിയിക്കുക. അവരെല്ലാം ധൃതരാഷ്ട്രം നന്നായി സംരക്ഷിക്കുന്നില്ലേ? പ്രജകളെല്ലാം ക്ഷേമത്തിലല്ലേ? പിന്നെ കൗരവ ഭരണത്തിൽ ആരും ദുഃഖിതരും പീഡിതരും അല്ലല്ലോ എന്നൊക്കെ ചോദിക്കാം. എന്നിട്ട് എന്തിനേറെ പറയുന്നു, യുധിഷ്ഠിരൻ കൗരവ സഭയിലുള്ള ഓരോ ആൾക്കാരുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, അവരോടെല്ലാം എൻ്റെ അന്വേഷണം അറിയിക്കണം. അതിനുശേഷം പറഞ്ഞു, ദുര്യോധൻ്റെ അടുത്തും അങ്ങ് പോകണം, ആ മന്ദബുദ്ധിയുടെ അടുത്ത്, അജ്ഞാനിയായ ക്രൂരനായ പാപിയായ ദുര്യോധൻ്റെ അടുത്തും പോകണം. എന്നിട്ട് പറയണം, അധികാരത്തിന് വേണ്ടിയുള്ള നിന്റെ ഈ പ്രവൃത്തികൾ ഒട്ടും ശരിയല്ല. നിനക്ക് നഷ്ടം വരുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നീ ഇന്ദ്രപ്രസ്ഥം തരുക, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്ന് യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു. ഇത് കേട്ടുടൻ തന്നെ എല്ലാവരും കൈയടിയായിരുന്നു. എല്ലാവരും കൈയടിച്ചു, അവർ സഭയിലിരിക്കുന്ന എല്ലാവരും. എന്നിട്ട് സഞ്ജയനോട് വീണ്ടും പറഞ്ഞു, സഞ്ജയ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ആ മന്ദബുദ്ധിക്ക് സദ്ബുദ്ധി നൽകാൻ ജഗദീശനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ദുര്യോധനോട് ഒരു കാര്യം കൂടെ പറയുക, എൻ്റെ പ്രിയപ്പെട്ട ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്ത ആ കാര്യം പോലും നമ്മൾ മറക്കാൻ തയ്യാറാണ്. അതിൻ്റെ പേരിൽ പോലും ഞാൻ കൗരവരെ ആരെയും കൊല്ലത്തില്ല. അവര് നമുക്കെതിരെ നൽകിയ എല്ലാ അപമാനങ്ങളും ദുരിതങ്ങളും എല്ലാം നമ്മൾ മറക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങളുടെ അത്യാഗ്രഹം, പാപ പ്രവൃത്തികളെല്ലാം നിർത്തി നന്മയുടെ പാതയിലേക്ക് വരും. ഇതിലൂടെ മാത്രമേ ശാന്തി വരൂ. അതുകൂടാതെ നിങ്ങൾ നമുക്ക് അർഹതപ്പെട്ട രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നൽകിയാലും മതി. അത് ഭഗവാന്റെ നിശ്ചയമായി കരുതി നമ്മൾ ജീവിക്കാൻ തയ്യാറാണ്. ഇതിൽ കൂടുതൽ എന്തുകൂടെ പറയണ്ട. യുധിഷ്ഠിരൻ പറഞ്ഞ ഇന്ദ്രപ്രസ്ഥം നൽകിയില്ലെങ്കിലും നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ആ വലിയ സാമ്രാജ്യത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം നൽകിയാലും മതി. എന്നിട്ട് ഇവിടെ വീണ്ടും പറഞ്ഞു, പൊതുവെ നമ്മൾ ഭഗവാൻ നേരിട്ട് അവിടെ പോയിട്ട് ഇത് പറയുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ യുധിഷ്ഠിരൻ ആദ്യമേ സഞ്ജയനോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നൽകിയാൽ മതി എന്ന് പറഞ്ഞു. ഇനി അതുമല്ല, 5 ഗ്രാമങ്ങൾ നൽകിയാൽ മതി നമ്മൾ ഓരോരോ സഹോദരങ്ങൾക്കും. അതിലൂടെ നമ്മളെല്ലാം നിർത്താൻ തയ്യാറാണ്. എന്നിട്ട് നമ്മൾ സഹോദരങ്ങളെല്ലാം വീണ്ടും സന്തോഷത്തോടു കൂടി കഴിയാം. പിന്നെ കൗരവരും പാഞ്ചാല ദേശത്തുള്ള എല്ലാവരും സന്തോഷത്തോടെ, നിങ്ങൾ ഹസ്തിനപുരി വെച്ചോളൂ, ഇന്ദ്രപ്രസ്ഥം വെച്ചോളൂ, നമുക്ക് 5 ഗ്രാമം നൽകിയാൽ മതി. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശാന്തിയും സ്വീകാര്യമാണ്, യുദ്ധവും സ്വീകാര്യമാണ്. നിങ്ങൾ തീരുമാനിക്കുക എന്ത് വേണമെന്ന്. ഇതിനുശേഷം ഓരോ സഹോദരങ്ങളും ദുര്യോധനു വേണ്ടിയുള്ള പ്രത്യേകം മെസ്സേജ് കൊടുത്തു. അതെല്ലാം വളരെ മധുരമായിട്ടുള്ള ഭാഷയിൽ നല്ല സന്ദേശം കൊടുത്തു. അവരെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ സഞ്ജയൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഇതേപോലെ തന്നെ ഞാൻ അവർക്ക് സന്ദേശം കൊടുക്കുന്നതായിരിക്കും. എന്നിട്ട് സഞ്ജയൻ കൈകൂപ്പി നമസ്കരിച്ചിട്ട് ഹസ്തിനപുരിയിലേക്ക് യാത്ര ആരംഭിക്കുക.
ഹരേ കൃഷ്ണ. എങ്ങനെയുണ്ട്? ഓരോരോ അധ്യായം കൂടുതൽ കൂടുതൽ സൂപ്പറായിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇനി മഹാഭാരത യുദ്ധം വരുമ്പോൾ എന്തുമായിരിക്കും അല്ലേ? ഞാനും വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ്. അന്നേരം ഇനി അടുത്ത അധ്യായം വൈകുന്നേരത്ത് നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത അധ്യായത്തിൽ ധൃതരാഷ്ട്രർക്കുണ്ടാവുന്ന വിഷമ അവസ്ഥ, ഇവരുടെ സന്ദേശമൊക്കെ കേട്ടതിന് ശേഷം എന്തായിരിക്കും അവരുടെ സമീപനം എന്ന് നമുക്ക് നോക്കാം. പിന്നെ നാളെ രാവിലത്തെ അധ്യായത്തിൽ കൗരവരുടെ ഇടയിൽ നടക്കുന്ന ഭയം. പിന്നെ അടുത്ത അധ്യായം നാളെ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് പാണ്ഡവർ ഭഗവാൻ കൃഷ്ണനെ സമീപിക്കുകയാണ്. വൈകുന്നേരത്ത് ഭഗവാൻ ശാന്തി ദൂതനായിട്ട് പോകുന്ന രംഗം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഇനിയെല്ലാം വളരെ സ്പെഷ്യൽ അധ്യായങ്ങളാണ്. ഇന്ന് വൈകിട്ട് നമുക്ക് 6 മണിക്ക് 6:30 ആകുമ്പോൾ നമുക്ക് കാണാം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ ഇന്നത്തെ അധ്യായം. യുധിഷ്ഠിരന്റെ ആ വാക്കുകൾ എന്തു അല്ലേ? ഭഗവാൻ യുധിഷ്ഠിരന് വേണ്ടി സംസാരിച്ച രീതി വേറെ ഒന്ന് ആലോചിച്ച് നോക്കും. ഭഗവാൻ ഇന്നലെ എന്താ പറഞ്ഞത്? ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഞാൻ നിഷ്പക്ഷനാണ്, ഞാൻ ആരുടെയും പക്ഷത്തൊന്നും നിൽക്കാറില്ല. പിന്നെ അഭിമന്യുവിന്റെ വിവാഹത്തിന് വിരാട് രാജാവ് ക്ഷണിച്ചതുകൊണ്ട് ഞാൻ വന്നു എന്നേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചുള്ള എല്ലാവരും ഓക്കെയാണ്, എല്ലാവരും സെയിം ആണ് എന്നൊക്കെ. പക്ഷെ ഇവിടെ ഭഗവാന്റെ വാക്കുകൾ കണ്ടോ, എങ്ങനെയാ ഭഗവാൻ സംസാരിക്കുന്നത്? അന്നേരം ഭഗവാൻ ഇങ്ങനെയൊക്കെ പറയും, ഞാൻ നിഷ്പക്ഷനാണ്, എല്ലാവരും എനിക്ക് ഒരുപോലെയാണെന്നൊക്കെ പറയും. പക്ഷെ ഭക്തരെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ജീവനാണ്. ഇത്രയും ഉറച്ചൊരു സംരക്ഷണം നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? എവിടെ ഭഗവാനുണ്ടോ അവിടെ ഗുരു പരമ്പര മൊത്തമുണ്ട്, ഭക്തരുടെ സപ്പോർട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തിനാ ഭയം? അന്നേരം ഭഗവാനും ഭക്തരും നമ്മുടെ കൂട്ടത്തിൽ ഇല്ലെങ്കിലാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. അതാണ് ദുര്യോധനന് പറ്റുന്ന തെറ്റ്. ഭഗവാന്റെ സൈന്യബലത്തെ എല്ലാം ദുര്യോധനൻ പിടിച്ചു വെച്ചു. പക്ഷെ ഭഗവാനെ സ്വന്തം പക്ഷത്താക്കാൻ ദുര്യോധനൻ മറന്നുപോയി, താല്പര്യം കാണിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആയി പോകരുത് അല്ലേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയോ വിഷമിപ്പിക്കുകയോ ചെയ്യുന്നതല്ല. പക്ഷേ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ ഒരിക്കലും അമാന്ത്യം കാണിക്കരുത്. നാമജപത്തിലോ സത്സംഗത്തിലോ ഭഗവാന്റെ സേവനങ്ങളോ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഗൗർ പൂർണിമ, രാധാഷ്ടമി, ഇനി രാധാഷ്ടമി വരുന്നു, ഇനി രാംനവമി, ഓരോരോ ഉത്സവങ്ങൾ, അതൊന്നും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. കാരണം ഇത് ഏറ്റവും വലിയ അത്യപൂർവ നിമിഷങ്ങളാണ്. നമുക്ക് നമ്മുടെ വീട്ടിലിരിക്കാൻ പല പല കാരണങ്ങൾ കാണും. പക്ഷെ ആ കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടത്തില്ല. ഇപ്പൊ എല്ലാം ശരിയായിട്ട് നമ്മൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വരികയാണെങ്കിൽ അവിടെ തപസ്യ എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ വരുന്നില്ലല്ലോ. തപസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സഹിച്ച് നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുമ്പോഴാണ് അതിനെ തപസ്യ, ത്യാഗം, സ്നേഹം, ഭക്തി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ നമ്മുടെ സുഖവും ക്ഷേമവും മാത്രം അന്വേഷിച്ചുകൊണ്ട് ഭഗവാന്റെ, അതായത് വല്ലപ്പോഴും ഒക്കെ നമ്മൾ വരും, അന്നേരം ആ സമയത്തും നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടി വരികയാണെങ്കിൽ ദുര്യോധനന്റെ സ്വഭാവമാണ്. പക്ഷേ പാണ്ഡവരെ നോക്കും, യുധിഷ്ഠിരൻ, അർജുനൻ, ഭീമസേനൻ, നകുല സഹദേവന്മാര്, ദ്രൗപദി ദേവി. അന്നേരം നമ്മുടെ ജീവിതം ഭഗവാന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുക, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അല്ലാതെ സ്വാർത്ഥതയിൽ മുങ്ങി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കൗരവരെ പോലെ ആയിപ്പോകും. ഭഗവാൻ ഇവിടെ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയാണ്. ഭഗവാൻ പറഞ്ഞു, ആ കൗരവ സഭയിലുള്ള ആരെയും ഞാൻ ക്ഷത്രിയരായിട്ട് കാണുന്നില്ലെന്ന് പറഞ്ഞു. വിതുരരെ മാത്രമേ ഞാൻ ബഹുമാനിക്കുന്നുള്ളൂ. അതിൽ ഭീഷ്മരുണ്ട്, ദ്രോണാചാര്യരുണ്ട്. എന്ന് ദ്രൗപദി ദേവി അപമാനിച്ചോ അന്ന് തന്നെ അവരുടെ എല്ലാവരുടെയും ഡെത്ത് ഡേറ്റ് ഡിസൈഡ് ആയിട്ടുണ്ടായിരുന്നു. അവരെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്ത് കൊല്ലണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ പൊതുവെ വിചാരിക്കും, അയ്യോ ഭഗവാൻ എന്തിനാ അധർമ്മത്തിലൂടെ കൊന്നത്, അധർമ്മത്തിലൂടെ കൊന്നതെന്ന്. ഭഗവാൻ അവർക്ക് ആ അധർമ്മത്തിന്റെ സ്വാദ് കൊടുക്കുകയാണ്.
നിങ്ങൾ അധർമ്മത്തിലൂടെയല്ലേ പാണ്ഡവരെ ഇത്രയും ടോർച്ചർ ചെയ്ത്. അതുകൊണ്ട് നിങ്ങളും അധർമ്മത്തിന്റെ രുചി എന്താണെന്ന് രുചിച്ചു നോക്കൂ. ഭഗവാന്റെ കാൽക്കുലേഷൻ വേറെയാണ്. ചുമ്മാതാണോ ഈ പരിപാലനം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്? ആർക്ക് എന്ത് എങ്ങനെ എപ്പോ എത്ര അളവിൽ കൊടുക്കണം അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാതുള്ളതാണ്. ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാനേജർ ഈ ലോകത്ത് വേറെ ഇല്ലെന്നുള്ള. കൊടുത്തു കഴിഞ്ഞാൽ ഇരിപ്പതാണ്. കൂടത്തുമില്ല കുറയത്തുമില്ല, കറക്റ്റ് അളവിന് ഡോസ് കൊടുക്കും. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മാനേജറാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. അദ്ദേഹത്തെ കൊണ്ടല്ലാതെ പരിപാലനം വേറെ ആരെ കൊണ്ടും ചെയ്യാൻ കഴിയില്ല. ഈസ് ദ ബെസ്റ്റ് മാനേജർ. ഹരേ കൃഷ്ണ. നമുക്കിനി നാളെ ഇന്ന് വൈകുന്നേരത്ത് 6 മണിക്ക് നമുക്ക് കൂടുതൽ അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് കിടക്കാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.